ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നല്ല അടിപൊളിയൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഒരു 2 നേന്ത്രപ്പഴം, നല്ല പഴുത്തതായാലും കുഴപ്പമില്ല കേട്ടോ, ഇതേപോലെ റൗണ്ടിൽ മുറിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ചില സമയത്ത് ബാക്കി വരുന്ന ഈ ഒരു പഴം ഉണ്ടല്ലോ, അത് നമ്മൾ വെറുതെ ചിലപ്പോൾ കളയുകയാണ് ചെയ്യാറല്ലേ. മക്കളൊന്നും അത് മിക്കവാറും കഴിക്കില്ല കറുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് അടിപൊളി ഒരു സ്നാക്കായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഈ പഴത്തിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഈ ഒരു പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ച് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങയൊന്നും ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല അല്ലേ, ഇതിൻ്റെ ഉള്ളിലെല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക കേട്ടോ. വറുത്ത റവയോ വറുക്കാത്ത റവയോ എങ്ങനെയായാലും കുഴപ്പമില്ല. ഒരു 3/4 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, പഴത്തിലത്തെ വെള്ളം എല്ലാം കൂടി നമുക്ക് ഈ ഒരു റവ നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ കയ്യിലോണ്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞാൽ, നല്ല ചൂടാറണ്ട, ഒരു നമുക്ക് തൊട്ടാൽ കൈ പൊള്ളാത്ത ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ, കൈ കൊണ്ട് തന്നെ. അതിന് ശേഷം നമുക്ക് ഇതിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. റൗണ്ട് ആണെങ്കിൽ റൗണ്ട് എടുക്കാം, ഓവൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ കുറച്ച് നെയ്യ് കയ്യിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റോളായി കിട്ടും, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാവെല്ലാം ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം റവ ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പം ഞാൻ ഫോണൊന്ന് മാറ്റി വെക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടില്ല, ബ്രൗൺ കളർ ഇത്തിരി കൂടിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം.
അപ്പോൾ എല്ലാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ട് സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സൈഡും കൂടിയും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് പുറമേ നല്ല ക്രിസ്പി ആവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ബാക്കിയുള്ളതും ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. മിക്കപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഒരു പഴം ബാക്കി വരാറുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആവില്ല, നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്കും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.